ഏവർക്കും യേശു പഴയ നിയമത്തിൽ എന്ന പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം യേശുക്രിസ്തു എന്തുകൊണ്ട് 33 വയസ്സുവരെ മാത്രം ജീവിച്ചു എന്നതാണ്. ഇതിനു പിന്നിൽ എന്തെങ്കിലും പഴയ നിയമ ബന്ധമുണ്ടോ? അതാണ് നാം ഈ പോഡ്കാസ്റ്റിലൂടെ വിശകലനം ചെയ്യുന്നത്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുമ്പോൾ യേശുവിന് ഏകദേശം 33 വയസ്സായിരുന്നു. അതിൽ തന്നെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വെറും 3 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൂടി നാം ഓർക്കണം. ഈ 33 എന്ന സംഖ്യ എത്രമാത്രം കൃത്യമാണെന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് 33-ാം വയസ്സിൽ യേശുവിൻ്റെ ക്രൂശീകരണം നടന്നെന്ന് നാം അനുമാനിക്കുന്നത്, പ്രത്യേകിച്ച് തിരുവെഴുത്തുകൾ വ്യക്തമാക്കാത്തപ്പോൾ? ഇടയന്മാർക്ക് യേശുവിൻ്റെ ജനനം മാലാഖമാർ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സ്വർഗത്തിലെ ഘടികാരം ചലിക്കുവാൻ തുടങ്ങിയിരുന്നു. ഓരോ ദിവസവും, ഓരോ വർഷവും, ഓരോ പെസഹ ആഘോഷവും യേശുവിനെ ഒഴിവാക്കാനാകാത്ത ഒരു നിമിഷത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. യേശുവിൻ്റെ പ്രഭാഷണങ്ങളെക്കുറിച്ചും യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും നാം ദിനരാത്രം സംസാരിക്കുന്നുണ്ടെങ്കിലും യേശു എന്തുകൊണ്ട് വെറും 33 വയസ്സുവരെ മാത്രം ജീവിച്ചു എന്നുള്ളത് അപൂർവമായിട്ട് അന്വേഷിക്കാറുണ്ട്. എന്തുകൊണ്ട് യേശു കുറെ കാലം കൂടി ജീവിച്ച് അത്ഭുതങ്ങൾ ചെയ്തില്ല? യേശുവിന് ഇനിയും എത്രയോ ജനങ്ങളെ സൗഖ്യമാക്കാമായിരുന്നു, എത്രയോ ലാസർമാരെ ഉയിർപ്പിക്കാമായിരുന്നു. കാരണം യേശു എങ്ങനെ മരിക്കണം എന്ന് മാത്രമല്ല, കൃത്യമായി എപ്പോൾ മരിക്കുമെന്ന് വരെ ദൈവത്തിൻ്റെ സമയക്രമത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടാകണം. അതാണ് നാം ഈ പോഡ്കാസ്റ്റിലൂടെ വിശകലനം ചെയ്യുന്നതും. ആദ്യം നമുക്ക് യേശുവിൻ്റെ സ്നാനസമയത്ത് യേശുവിന് എത്ര വയസ്സായിരുന്നുവെന്ന് വേദപുസ്തകത്തിലൂടെ വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിലെ 23-ാം വചനം വായിക്കാം. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. ഈ വയസ്സിനെ അടിസ്ഥാനമാക്കി യോഹന്നാന്റെ സുവിശേഷപ്രകാരം യേശുക്രിസ്തു 3 പെസഹ ആഘോഷങ്ങളിൽ പങ്കെടുത്തതായി നാം വായിക്കുന്നു. 4-ാമത്തെ പെസഹ പെരുന്നാളിന് യേശു തന്നെ പെസഹ കുഞ്ഞാടായി മാറി. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ക്രൂശുമരണം 33-ാം വയസ്സിനും 34-ാം വയസ്സിനും മധ്യേ ആയിരുന്നിരിക്കാം. ഇനി നമുക്ക് യേശുവിൻ്റെ സ്നാനസമയത്തെ വയസ്സും അതിനുശേഷമുള്ള 3 വർഷങ്ങളുടെ പഴയ നിയമത്തിലെ ബന്ധവും പരിശോധിക്കാം. ആദ്യം യേശുവിൻ്റെ ജനനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. യേശുവിൻ്റെ വയസ്സായ 33 എന്ന സംഖ്യ എങ്ങനെ യേശുവും യേശുവിൻ്റെ അമ്മയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് നോക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിലെ 21-ാം വചനം വായിക്കാം. പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ. എന്തുകൊണ്ട് 8 ദിവസം? ലേവ്യ പുസ്തകം 12-ന്റെ 2ഉം 3ഉം വചനങ്ങൾ വായിക്കാം. ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ 7 ദിവസം അശുദ്ധയായിരിക്കണം. 8-ാം ദിവസം അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. യേശു പറഞ്ഞ പോലെ തന്റെ 8-ാം വയസ്സിലെ തന്നെ ന്യായപ്രമാണം യേശുവിൽ നിവൃത്തിയാകുകയായിരുന്നു. വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോകാം. ലൂക്കോസ് 2:22. മോശയുടെ ന്യായപ്രമാണപ്രകാരം അവളുടെ ശുദ്ധീകരണകാലം തികഞ്ഞപ്പോൾ. ഇവിടെ ലൂക്കോസ് ശുദ്ധീകരണകാലത്തിന്റെ ദൈർഘ്യം പറയുന്നില്ലെങ്കിലും ന്യായപ്രമാണത്തിൽ അത് വ്യക്തമാണ്. ലേവ്യ പുസ്തകം 12:4. പിന്നെ അവൾ 33 ദിവസം തന്റെ രക്തശുദ്ധീകരണത്തിൽ ഇരിക്കണം. അവളുടെ ശുദ്ധീകരണകാലം തികയുന്നതുവരെ അവൾ യാതൊരു വിശുദ്ധ വസ്തുവും തൊടരുത്, വിശുദ്ധ മന്ദിരത്തിലേക്ക് വരികയുമരുത്. ഇവിടെ പറയുന്ന 33 വർഷത്തെ ശുദ്ധീകരണകാലം ചിലർ യേശു ഭൂമിയിൽ ജീവിച്ച 33 വർഷത്തെ പ്രതീകാത്മക സൂചനയായി കാണുന്നു. ലേവ്യ പുസ്തകത്തിലെ ശുദ്ധീകരണം ചടങ്ങുകളിലൂടെയുള്ളത് ആയിരുന്നെങ്കിൽ യേശു യഥാർത്ഥ ആത്മീയ ശുദ്ധീകരണം കൊണ്ടുവന്നു. എബ്രായ ലേഖനം 1:3 വായിക്കാം. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിനു ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അങ്ങനെയാണെങ്കിൽ ലേവ്യ പുസ്തകം 12-ാം അധ്യായത്തിലെ ശുദ്ധീകരണ നിയമങ്ങൾ യേശുവിൽ പൂർണ്ണമായി നിവൃത്തിയായി. യോസേഫും അമ്മയായ മറിയയും യേശുവിനെ ദൈവാലയത്തിൽ
കൊണ്ടുപോയപ്പോൾ ന്യായപ്രമാണത്തിലെ 2 നിയമങ്ങൾ പാലിക്കപ്പെട്ടു. അമ്മയുടെ ശുദ്ധീകരണവും പുറപ്പാട് പുസ്തകത്തിലെ 13-2 പ്രകാരം ആദ്യജാതനെ ദൈവത്തിന് സമർപ്പിക്കൽ എന്ന നിയമവും. ഈ ചടങ്ങിനെയാണ് ചില സഭകൾ 40-ാം ദിവസം യേശുവിനെ ആലയത്തിൽ സമർപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ആഘോഷിക്കുന്നത്. അടുത്തതായി, പഴയ നിയമത്തിൽ യേശുവിൻ്റെ നിഴലായി കാണപ്പെട്ട യാക്കോബ് എന്ന ഇസ്രായേലിൻ്റെ മകനായ യോസേഫുമായുള്ള ബന്ധം നോക്കാം. വേദപുസ്തകത്തിൽ ഇരട്ട പൂർത്തീകരണമായി കണക്കാക്കപ്പെടുന്ന ഒരു സംഭവമാണ് യേശുവിൻ്റെയും യോസേഫിൻ്റെയും ജീവിതം. രണ്ടുപേരുടെയും ജീവിത അനുഭവങ്ങളിൽ അനേകം സാമ്യതകൾ നമുക്ക് കാണുവാൻ കഴിയും. അവയിൽ ചിലത് മാത്രം നമുക്കിവിടെ പരിശോധിക്കാം. രണ്ടുപേരെയും വെള്ളിക്കാശിനായി വിൽക്കപ്പെടുന്നു അഥവാ വഞ്ചിക്കപ്പെടുന്നു. ഉൽപ്പത്തി 37:28. മിദ്യാന്യ കച്ചവടക്കാർ കടന്നുപോകുമ്പോൾ അവർ യോസേഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇശ്മായേലിയർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അവർ യോസേഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. ഇത് യേശുവിൻ്റെ ജീവിതത്തിലും സംഭവിച്ചു. മത്തായി 26:15. നിങ്ങൾ എന്തു തരും? ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. മിസ്രയീമിലേക്ക് കൊണ്ടുപോകപ്പെട്ട യോസേഫിനെ മിദ്യാന്യർ ഫറവോന്റെ ഉദ്യോഗസ്ഥനായ പോത്തിഫറിന് വിറ്റു. കാലങ്ങൾ കടന്നുപോയി. പോത്തിഫറിന്റെ ഭാര്യയുടെ ആഗ്രഹത്തിന് വഴങ്ങാത്തതിനാൽ യോസേഫിന് മേൽ വ്യാജാരോപണം മെനഞ്ഞ് കാരാഗൃഹത്തിൽ അടച്ചു. കാരാഗൃഹത്തിലും യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. കാലങ്ങൾ വീണ്ടും കടന്നുപോയി. ഫറവോൻ കണ്ട സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തതിനാൽ യോസേഫിനെ മോചിപ്പിച്ച് മിസ്രയീമിന്റെ മേലധികാരിയാക്കി വെച്ചു. ഉൽപ്പത്തി 41:41. ഇതാ, മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. യോസേഫ് സ്വപ്നം വ്യാഖ്യാനിച്ചതുപോലെ ക്ഷാമമുള്ള 7 സംവത്സരം തുടങ്ങി. മിസ്രയീം ദേശത്തിനെ ക്ഷാമത്തിൽ നിന്നും രക്ഷിക്കുവാൻ ഫറവോൻ യോസേഫിന് പൂർണ്ണ അധികാരം നൽകുന്നതായി നാം കാണുന്നു. ഈ ദൗത്യം യോസേഫ് ഏറ്റെടുത്തപ്പോൾ യോസേഫിന് 30 വയസ്സായിരുന്നു. ഉൽപ്പത്തി 41:46. യോസേഫ് മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. അതുപോലെ ലോകത്തെ രക്ഷിക്കാൻ വന്ന യേശു തന്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ 30 വയസ്സായിരുന്നു. ലൂക്കോസ് 3:23. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അതായത് 30 എന്ന പ്രായം ദൈവീക ദൗത്യത്തിന്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്നു. യോസേഫ് ക്ഷാമകാലത്ത് മിസ്രയീമിനെ രക്ഷകനായതുപോലെ യേശു ലോകത്തിന് രക്ഷകനായി. 30 എന്ന സംഖ്യയുടെ മറ്റൊരു പഴയ നിയമബന്ധം കൂടി നോക്കാം. 2 ശമൂവേൽ 5:4 വായിക്കാം. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. 30-ാം വയസ്സിൽ രാജാവായ ദാവീദ് 33 കൊല്ലം യെരൂശലേം ഭരിച്ചു. 2 ശമൂവേൽ 5:5. അവൻ ഹെബ്രോനിൽ യഹൂദയ്ക്ക് 7 സംവത്സരവും 6 മാസവും യെരൂശലേമിൽ എല്ലാ ഇസ്രായേലിനും യഹൂദയ്ക്കും 33 സംവത്സരവും രാജാവായി വാണു. ദാവീദ് 33 വർഷം യെരൂശലേം വാണതുപോലെ ദാവീദ് പുത്രനായ യേശു 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ച് തന്റെ ദൗത്യം പൂർത്തീകരിച്ചു. യേശുക്രിസ്തു തന്റെ ദൗത്യം തുടങ്ങിയ 30 വയസ്സിന്റെ മറ്റൊരു ബന്ധം കൂടി നോക്കാം. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ പുരോഹിതവേല ചെയ്യേണ്ടവരുടെ പ്രായം 30 വയസ്സു മുതൽ ആയിരുന്നു. സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിന്റെ 2 വായിക്കാം. ലേബ്യരിൽ വെച്ച് കെഹാത്യരിൽ 30 വയസ്സു മുതൽ 50 വയസ്സുവരെയുള്ളവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും. മഹാപുരോഹിതനായ യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോഴും 30 വയസ്സായിരുന്നു. ലൂക്കോസ് 3:23. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. യേശു 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ചതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് 30-ാം വയസ്സിലെ തന്റെ പൗരോഹിത്യ ദൗത്യാരംഭവും ദാവീദിന്റെ 33 വർഷത്തിന്റെ
യെരുശലേം വാഴ്ചയുടെ പുതിയ നിയമ പൂർത്തീകരണവുമായിരുന്നു. യേശുവിൻ്റെ 33 വർഷത്തെ ലോകജീവിതവും മരണവും യാദൃച്ഛികമായിരുന്നില്ല. പഴയ നിയമ നിഴലുകളുടെ കൃത്യമായ പൂർത്തീകരണമായിരുന്നു. ഇതാണ് യേശുവും പറഞ്ഞത്. മത്തായി 5:17. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. യേശുക്രിസ്തുവിൻ്റെ 33-ാം വയസ്സിലെ യാഗമരണം ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് കലണ്ടറിൽ കുറിച്ചുവച്ചിരുന്ന ഒരു പദ്ധതിയായിരുന്നു. യഹൂദരുടെ പുറപ്പാടിൽ തുടങ്ങിയുള്ള പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യഫലം, പെന്തക്കോസ്ത് പെരുന്നാൾ എന്നിവയൊക്കെ ഇസ്രായേലിൻ്റെ ചരിത്രപരമായ മതാചാരങ്ങളും ആഘോഷങ്ങളും മാത്രമായിരുന്നില്ല. അവയൊക്കെ മിശിഹായിൽ നിവൃത്തിയാകുവാനിരുന്ന പ്രവചനിക നിയമനങ്ങളായിരുന്നു അവയൊക്കെ. ലേവ്യ പുസ്തകത്തിലെ 19-ാം അധ്യായത്തിൽ കൗതുകകരമായ ഒരു നിയമമുണ്ട്. ലേവ്യ പുസ്തകം 19:23-24 വായിക്കാം. നിങ്ങൾ ദേശത്തു എത്തി ഭക്ഷണത്തിന് ഉതകുന്ന സകലവിധ വൃക്ഷങ്ങളും നട്ടശേഷം നിങ്ങൾക്ക് അവയുടെ ഫലം പരിച്ഛേദന കഴിയാത്തതുപോലെ ആയിരിക്കണം. അത് 3 സംവത്സരത്തേക്ക് പരിച്ഛേദന ഇല്ലാത്തതുപോലെ ഇരിക്കണം. അത് തിന്നരുത്. 4-ാം സംവത്സരത്തിൽ അതിൻ്റെ ഫലമെല്ലാം യഹോവയുടെ സ്തോത്രത്തിനായിട്ട് ശുദ്ധമായിരിക്കണം. അതായത് ഒരു മരം നട്ടുപിടിക്കുമ്പോൾ ആദ്യത്തെ 3 വർഷത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഫലം കഴിക്കാൻ കഴിയില്ല. 4-ാം വർഷത്തിൽ ഫലം വിശുദ്ധവും പൂർണ്ണമായും കർത്താവിനുള്ളതാണ്. യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച് തൻ്റെ 4-ാം പെസഹായിൽ യേശു തൻ്റെ ജീവിതത്തിൻ്റെ ഫലം പൂർണ്ണമായും പിതാവിന് സമർപ്പിച്ചു. ഈ നിയമം യഹൂദരിലെ കർഷകർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല. മിശിഹായുടെ ശുശ്രൂഷയുടെ ദൈർഘ്യത്തിനെക്കുറിച്ചുള്ള ഒരു പ്രവചനവുമായിരുന്നു ഇത്. യേശുക്രിസ്തു പഴയ നിയമം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്നു. യേശുക്രിസ്തു എല്ലാവർക്കും രക്ഷയുടെ വഴി തുറന്നു തന്നിട്ട് യാത്രയായി. ലോകം ആരംഭിക്കുന്നതിന് മുമ്പേ ദൈവം ഈ സമയം ആസൂത്രണം ചെയ്തിരുന്നു. നാം എത്രകാലം ജീവിക്കുന്നു എന്നതിലല്ല, ദൈവം നമുക്ക് തന്ന ദൗത്യം നാം നിറവേറ്റുന്നുണ്ടോ എന്നതിനാണ് പ്രാധാന്യമെന്ന് യേശുവിൻ്റെ ജീവിതം നമ്മെ കാണിച്ചു തരുന്നു. നമുക്ക് ദൈവം നിശ്ചയിച്ച സമയം വരുമ്പോൾ അത് പൂർത്തിയായി എന്ന് യേശുവിനെപ്പോലെ പറയുവാൻ നമുക്കും സാധിക്കട്ടെ.